പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ട കർഷകൻ ശുഭ്കരൺ സിംഗിന് നീതി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി കർഷകർ. ശംഭു ഖനൌരി അതിർത്തികളിലേക്ക് കൂടുതൽ കർഷകർ എത്തുകയാണ്. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ശുഭ്കരണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് കർഷകർ. ഡൽഹി ചലോ മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചതോടെ തിക്രി സിംഗു അതിർത്തികൾ പോലീസ് ഭാഗികമായി തുറന്നു. 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കർഷക സമരം. ഖനൌരിയിൽ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന് നീതി ഉറപ്പാക്കാനായി ശംഭു അടക്കമുള്ള അതിർത്തികളിൽ കർഷകർ സമരവുമായി തെരുവിലുണ്ട്. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യത്തിൽ ഇതുവരെ പഞ്ചാബ് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ശുഭ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ് കർഷകർ. പട്യാല രാജ്യാന്തര ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം. രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. നാളെ രാജ്യവ്യാപക ട്രാക്ടർ മാർച്ചിന് കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശുഭ്കരന് നീതി ഉറപ്പാക്കിയതിനു ശേഷമേ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുകയുള്ളൂ എന്ന് കർഷകർ പ്രഖ്യാപിച്ചതോടെ സിംഗു, തിക്രി കൂടാതെ ഹരിയാനയിലെ ദേശീയപാതകൾ പോലീസ് ഭാഗികമായി തുറന്നു. 2 ആഴ്ചയ്ക്കു ശേഷം ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് ബന്ധവും പുനഃസ്ഥാപിച്ചു. 24 ഡൽഹി.